ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ വീടിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. വേറെ പൂച്ചകളുമായിട്ടൊക്കെ കളിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇതൊന്ന് വിളിക്കുന്നത്. ഞാൻ ഇവനെ കൊണ്ട് ആക്കാൻ തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആരും എടുക്കത്തില്ല. പിന്നെ ആൾക്കാർക്കൊക്കെ പേടി. പൂച്ച വളർത്തുന്നവർ, ഡോഗ് വളർത്തുന്നവർ മാത്രമേ വളർത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഭയമുണ്ട്. അപ്പോൾ അവർ വളർത്തത്തില്ല. മാത്രമല്ല, ഈ മണ്ണ് കൊണ്ട് കളയുന്ന ഇത് കണ്ട, ചവിട്ടി കുഴച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് കളയുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും താല്പര്യമില്ല. അതല്ലടാ, ചിലർ മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് കുഞ്ഞു വന്നിരുന്ന് നോക്കുന്നുണ്ടോ. കുഞ്ഞു രാവിലെ മെഡിസിനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മടിയിലൊക്കെ കയറ്റി ഇരുത്തി പുന്നരിച്ച് ചെപ്പോട്ട് ആ പാട്ടൊക്കെ പാടിച്ച് കൈയെല്ലാം കൊട്ടി കുഞ്ഞുവിനെ മടിയിൽ പിടിച്ചിരുത്തി അങ്ങനെയാണ് മരുന്നൊക്കെ കൊടുത്തത്. അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ മരുന്ന് കുടിച്ച് കഴിയുമ്പോൾ കുഞ്ഞു കുടഞ്ഞു കളയുന്നുണ്ട്. ഇതാണ് കുഞ്ഞുവിൻ്റെ മരുന്ന്. ഇതിൻ്റെ പേരെന്തോന്നൊന്നും എന്തോന്നോ മെഡിസിന്, ഹോമിയോപ്പതിക്ക് മെഡിസിനാണ്. പേരൊക്കെ മാഞ്ഞു തുടങ്ങിയിരിക്കണം. ഇതാണ് വയറ്റിൽ മറ്റേ ഈ ക്യാൻസർ മുഴയില്ലേ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്ന്. രാവിലെ മരുന്നൊക്കെ കഴിച്ച് എന്നിട്ട് ഞാൻ മടിയിൽ പിടിച്ചിരുത്തി ചെപ്പോട്ടുണ്ണിയൊക്കെ കൈയെല്ലാം തട്ടി കുറേ നേരം ഇരുത്തിയിരുന്ന്. എന്ന് വെച്ചാൽ ശ്രദ്ധ മാറുമ്പോൾ മരുന്ന് ഇത് കുടഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടിയേ അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ കുഞ്ഞു രാവിലെ സ്ഥിരം കാണിക്കണമെന്തിനെന്ന് പറഞ്ഞിട്ട് കാണിക്കാത്ത കുഞ്ഞു രാവിലെ വെളിയിലൊക്കെ പോയി കളിച്ചിട്ട് വന്നു. പിന്നെ ലിയോ അവിടെ ചുരുണ്ട് ലിയോ രാവിലെ കസേരയിൽ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കണ്ടില്ലല്ലേ, ആ കസേരയിൽ ചുരുണ്ട് ഇരിപ്പുണ്ട്. കുഞ്ഞുവിൻ്റെ മുഖത്ത് ലിയോ കുത്തിയതാണെന്ന് തോന്നുന്നു കേട്ടോ. രാത്രിയാകുമ്പോൾ അവിടെ ബാൽക്കണിയിലും ചെറിയ സ്റ്റണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവ അങ്ങോട്ട് മണം പിടിച്ച് ചെല്ലും. അവൾ ഇത് പിന്നെ ഹിസ്റ്റക്ടമി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കയറ്റാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ കിന്നാരവും പുന്നാരവും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. മനുഷ്യനും പൂച്ചകളും ഒക്കെ ഏകദേശം ഒന്നുപോലെ തന്നെ. എന്ന് വെച്ചാൽ മൊത്തം അവൾക്കങ്ങ് ജീവിത വിരക്തി പോലെ അല്ല. അവൾ കളിക്കുകയും ചാടുകയും മറിയൊക്കെ ചെയ്യും. പക്ഷേ ഇവൻ്റെ ഈ ആൺപൂച്ചയുടെ പുന്നാരമൊന്നും അധികം അവൾക്ക് ഇഷ്ടപ്പെടില്ല. നല്ല കുത്തു പറ്റിച്ചു കൊടുക്കും. ഇവൻ്റെ കാര്യം പിന്നെ ഇവനെ കൊണ്ടാക്കി തന്നെ പറയുന്ന, അല്ലാതെ യാതൊരു മറുപടിയും കിട്ടില്ല. നമ്മൾ എക്സ്ട്രാ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് വഴക്കാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നത് താഴെ ഒരു പിന്നെ കിഡ്നി പേഷ്യൻ്റാണ് പറയുന്നത്, ഇനി അങ്ങേര് കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറയണം. അങ്ങനെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞിട്ടുണ്ടെന്ന്, ഞങ്ങൾ ബാൽക്കണി പോലും തുറക്കാറില്ല. ഞങ്ങൾ ബാൽക്കണി പോലും തുറക്കണം, ഭക്ഷണത്തിലൊക്കെ പൂച്ചമുടി കയറും, അതുകൊണ്ട് ബാൽക്കണി തുറക്കില്ല എന്ന് പറഞ്ഞു. ഇവനെ എടുത്ത് ഞാൻ മുകളിലിരുത്തി. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പിയിട്ട് വച്ചേക്കണതിൻ്റെ അടുത്തല്ലേ നിൽക്കണം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അത് സ്ഥിരമായിട്ട് കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ, അതുകൊണ്ട് മുകളിലോട്ട് എടുത്തിരുത്തി. ഇവനെ വീടിനകത്ത് കയറ്റാത്തതെന്ന് പറഞ്ഞാൽ മറ്റ് പൂച്ചകളുമായിട്ട് ഒട്ടും ശരിയാവില്ല. ആണെങ്കിൽ ഇവനാണെങ്കിൽ അടിച്ച് തള്ളിയിടും അവന്മാരെ. ഇന്നലെ ഞാൻ വീടിനകത്ത് കുറേ നേരം കൊണ്ടുവച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ഈ വെളിയിലൊക്കെ ഇരുന്ന് പൂച്ച വിളിക്കൂലേ, നമ്മളിപ്പോൾ പറയില്ലേ കാട്ടുമാക്ക പൂച്ച വിളിക്കണം, അതേ വിളി തന്നെ വിളിക്കണം. എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്നാൽ പിന്നെ അവരുമായിട്ട് കടിയിടാനും അവരെ കീഴ്പ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു, എന്ന് വെച്ചാൽ വെളിയിലൊക്കെ കൂടെ നടന്നവൻ ഇത്രയും കാലം ജീവിച്ച് വന്നതിൻ്റെ ഒരു വൈൽഡ് സ്വഭാവം ആ കാര്യത്തിൽ മാത്രം ഉണ്ട്. അല്ലാതെ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നല്ല പുന്നാരത്തിൽ വിളിച്ച് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അകത്തോട്ട് ആണ് അവൻ്റെ ചിന്ത. മറ്റ് പൂച്ചകളെ കാണാനുള്ള ഒരു ചിന്തയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ നേരത്തെ പറഞ്ഞില്ലേ, അവർ ബാൽക്കണി തുറക്കാറില്ല, അവിടെ അവർ ഭക്ഷണത്തിലൊക്കെ വീഴുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ബാൽക്കണി തുറക്കില്ല. പിന്നെ എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു തന്നു ബാൽക്കണിയിൽ. അത് നോക്ക് എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഈ ഷെൽഫുകൾ താഴെയുണ്ടല്ലോ, അവിടെയൊക്കെ പൂച്ച മുടിയിരിക്കണം നോക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ന് പറയണം. പക്ഷേ എന്നിട്ട് പറയണം ഇനി പുതിയതായിട്ട് വന്നുള്ള ആൾക്കാർ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയാൻ പാടില്ല, കംപ്ലൈൻ്റൊക്കെ കൊടുക്കും മറ്റേ മറിച്ച് എന്നൊക്കെ പറയണം. ഒരു നെറ്റ് അടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ പിന്നെ പറ്റ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് കാര്യം. അല്ലേടാ കുട്ടി? ഇന്ന് ഡേറ്റ് എത്ര? 26 or 27 ആയി. ഇപ്പോഴും രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൊണ്ടാക്കി നോക്ക്, നമുക്ക് ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ആക്കിയാലും കുറച്ച് ഉച്ചത്തിലാക്കിയാലും എങ്ങനെയായാലും അവനവിടെ നായ്ക്കളുടെ കൂടെ അടിയിട്ട് പിടിച്ച് നിന്നാലേ നമുക്ക് വീണ്ടും ഭക്ഷണം കൊണ്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരില്ല. അതാണ് എൻ്റെ വിഷമം. എന്ന് വെച്ചാൽ ഇവൻ ഇപ്പം പട്ടിയൊക്കെ കടിക്കാൻ വരുമ്പം മരത്തിലൊക്കെ കയറി രക്ഷപ്പെടുന്ന പൂച്ചകളുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഫിഷ് മീൻ വിൽക്കണതിൻ്റെ ഇടത്തിൽ ഒരുപാട് പൂച്ചകൾ, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിറയെ പൂച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളവിടെ പോയാൽ ഒരു പൂച്ച അവിടെ ഇരിക്കണതാണ്. അവന്മാർ വേറെ പൂച്ച കുഞ്ഞുണ്ടായിരുന്നതിനെ ഒരു ദിവസം ആരോ കൊണ്ടാക്കിയത്, ഏതോ ആന്ധ്രാക്കാർ കൊണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെന്ത് ചെയ്തെന്നാ പിന്നെ ഈ കടയുടെ മുകളിലോട്ട് എടുത്ത് എറിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അത് അവിടെ ഇരുന്ന് വിളിക്കുമ്പോൾ അവർ എന്തെങ്കിലും കുറച്ച് മീൻ കടയല്ല ചിക്കൻ കടയുടെ മുകളിലിരുന്ന് വിളിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ചിക്കൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മുകളിലോട്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ മുകളിൽ അത് എപ്പോഴും പിന്നെ സിമൻറ്റ് ഷീറ്റ് പൊട്ടിയതിൻ്റെ വിടവിൽ കൂടെ, ഞാൻ മുന്നേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വിടവിൽ കൂടെ ഇങ്ങനെ തലയിട്ട് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാനെപ്പോഴും പോയെന്ന് പറഞ്ഞാൽ എനിക്ക് 5 പൈസ എൻ്റെ കയ്യിൽ പിന്നെ മിച്ചം കാണത്തില്ല. ഞാനവിടെ ചെന്ന് നിന്നിട്ട് പിന്നെ പച്ചക്കറി അതും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിന്നെ എല്ലാം അത് അഴുങ്ങി പിഴുകി കളയണ ഒരു പരിപാടിയും കൂടെ കുറച്ചെന്നെ. അതുകൊണ്ട് ഞാൻ ഇപ്പം മിക്കവാറും അങ്ങനെ ഇപ്പോഴെല്ലാം അത് പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യമല്ലേ പറഞ്ഞു തന്നെ, ഞാൻ ഇപ്പം അങ്ങോട്ട് അധികം ഒന്നും പോകക്കില്ല. ഇപ്പോൾ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു കളറിൽ ഒരു ഫീമെയിൽ കാറ്റ് മാത്രം അവിടെ ഉണ്ട്. ബാക്കിയെല്ലാം നമ്മളവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരികളായിട്ടുള്ള പൂച്ചകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനേ ഇല്ല, എല്ലാത്തിനെയും പട്ടി പിടിച്ച് കൊന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇതേപോലത്തെ ഇത് സുന്ദരൻ, അവിടെ ഒരു സുന്ദരി മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെളിയിൽ കൊണ്ട് വിട്ടിട്ട് വീണ്ടും ഇവനെ കാണാനായിട്ട് നമുക്ക് മിക്കവാറും തേടി നടക്കേണ്ടി വരില്ല. അതാണ് പരമമായ സത്യം. ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പറയാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചാനൽ മോണിറ്റൈസ് ആവാത്തതുകൊണ്ടേ യുദ്ധത്തിനെന്നല്ല കളിയാക്കൽ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ചാനലും മറ്റേ വർഷമെന്ന് പറഞ്ഞൊക്കെ മുഖം കാണിച്ച് വീഡിയോസൊന്നും ഇടണ്ടെന്നാണ് പറഞ്ഞത്. മുഖം കാണിച്ചിട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പിന്നെ എന്തെങ്കിലും വിചാരിക്കുമോ, ആൾക്കാർ വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. കാര്യമെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെയുണ്ടല്ലോ, ചെളിക്കുഴികളും ഒക്കെ ഉണ്ട്. അപ്പം ഭയമുണ്ട്. അതുകൊണ്ടാണ് മുഖം കാണിച്ചൊന്ന് വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് ചാനൽ പണ്ടേ തുടങ്ങിയപ്പോൾ മുഖമൊന്നും കാണിക്കാതെ ഇടുമ്പോഴത്തേക്ക് അത്രയ്ക്ക് റീച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കാണുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മുഖവും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രസൻസും ഉണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കണം. അല്ലെങ്കിൽ വാലകോല എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അപ്പോഴേ തന്നെ സ്കിപ്പടിച്ച് അങ്ങ് പോവും. അതുകൊണ്ടാണ് മുഖം കാണിച്ചിട്ട് ഇട്ടത്. എന്ന് വെച്ചാൽ പിന്നെ യൂട്യൂബിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, നമുക്ക് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഖം കാണിച്ചൊക്കെ വീഡിയോ ഇടുന്നത് കുറച്ച് നല്ലതായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യമൊന്നും ഇപ്പം ഈ യൂട്യൂബ് ചാനൽ പ്രസൻറ്റിലുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. വേറെ വീഡിയോ ഇടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴായിട്ട് തന്നെ കുറച്ച് മയിലിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അയച്ചു തന്നെ. എനിക്ക് ചില വീഡിയോസ് കൊള്ളത്തില്ല, കറങ്ങുകയും തിരിഞ്ഞ് ചിലപ്പോൾ ഷോർട്സിൻ്റെ രീതിയിൽ വരണം, ചിലപ്പോൾ വന്ന് വലിയ വീഡിയോ രീതിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് അയച്ചു തരണം. അത് ഞാൻ ഷോർട്സായിട്ടാണ് മറ്റേ ഇട്ട് തരാം നിങ്ങൾക്ക്. മയിൽ പിന്നെ പീലി വിരിച്ച് കാണുന്നതൊക്കെ ഉണ്ടേ.
വാട്സപ്പിലോട്ടൊക്കെ അയച്ചു വരണതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. വേറെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മളെടുത്തിടുന്നതൊക്കെ പിന്നീട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി മനസ്സുകൊണ്ട് വിചാരിക്കണത് ഇവനാണ് എൻ്റെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണത്. ഇവന് നിറയെ പ്രേക്ഷകരുണ്ട് കാണാൻ. ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ട് ഒരു റിക്വസ്റ്റ് ഒരിക്കൽ കൂടെ ചെയ്തു നോക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയതിന് ശേഷം പബ്ലിക്കാക്കണമെന്ന്. കാരണം ആരുടെ പറഞ്ഞിട്ടില്ല. ചേട്ടൻ്റെ അനിയത്തിയുടെ മോളൊക്കെ വലിയ സ്നേഹമാണ്. അവളൊക്കെ എൻ്റെ വീഡിയോ എനിക്ക് ചാനലുണ്ടെന്ന് അറിഞ്ഞാൽ അവർ കാണും. പക്ഷേ ഞാൻ അവരെ ഒന്നും അറിയിച്ചിട്ടില്ല. ഹസ്ബൻഡിനും അറിയത്തില്ല ഇങ്ങനെ ഒരു ചാനൽ, പഴയ ചാനൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും എനിക്കെടുത്ത് അയച്ചു തരണത്. അതൊരു കുക്കിംഗ് ചാനലായിരുന്നു കേട്ടോ, കുക്കിംഗ് ചാനലായിരുന്നു. അവൻ താഴെ എടുത്ത് ചാടി. അപ്പോൾ സമയത്തിന് വീഡിയോസ് ഇടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അത് ലൈവൊക്കെ ഇട്ട് കുറേ സെറ്റാക്കിയാണ്. പക്ഷേ അത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് പോയി. അതുകൊണ്ട് പിന്നെ അതങ്ങ് വിട്ടു. ഇതിപ്പോൾ ഞാൻ വീഡിയോസൊന്നും ആർക്കൊന്നും അയച്ചു കൊടുക്കില്ല. നിങ്ങളൊക്കെ കാണുന്നത് മാത്രം തന്നെയാണുള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ പോകണ്ട. ഇവൻ്റെ വേല എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ ഇതുണ്ടല്ലോ, ഇവനെ കെട്ടിയിട്ടൊക്കെ ലീഷും കൊണ്ട് ഇവൻ വേണ്ടാത്ത സ്ഥലത്തോട്ടൊക്കെ വലിച്ചു പോകും. അപ്പോൾ അത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് അവന് ഫ്രീ ആയിട്ട് ഇങ്ങ് വരാമല്ലോ, അതിനുള്ള പരിപാടിയാണ് അവൻ ചെയ്യണത്. ഇനി മുകളിലെടുത്ത് വെച്ചിട്ട് അതൊന്ന് നേരെ ആക്കി വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ എല്ലാം പൊട്ടിച്ചും കൊണ്ട് ഇങ്ങനെ അകത്ത് കയറി വരും. ഞാൻ പറഞ്ഞല്ലോ, അകത്ത് കയറ്റാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ മറ്റ് പൂച്ചകളെ അറ്റാക്ക് ചെയ്യും. അത് തന്നെ. ശരി തന്നെ. ഇവൻ നല്ലൊരു പൂച്ചയാണെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് ഇവ ഇങ്ങനെ സംസാരിക്കണതുകൊണ്ട് ടോക്കിംഗ് കാറ്റ്. ഒറ്റയ്ക്കൊക്കെ ഒരു വീട്ടിൽ ഒരു ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ വളർത്താൻ അത്ര ആഗ്രഹം കാണിക്കില്ല. നന്നായിട്ട് കൂടെ കൂട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കുന്നില്ലല്ലോ ഇവനെ. കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ ചിലർക്ക് വൃത്തികെട്ട പൂച്ച. പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു കേജൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. കണ്ട മുകളിൽ കയറാൻ നോക്കുന്നതാണ്, അത് ലീഷ് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ അകത്തോട്ടേ. അപ്പോൾ അടുത്ത വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇവൻ്റെ വിശേഷങ്ങൾ പിന്നെ ബാക്കി കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അറിയിക്കാം. അപ്പോൾ ബൈ, ലൈക്ക് ചെയ്യണേ വീഡിയോ.